ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട് വീഡിയോസ് ഇങ്ങനെ ഷോർട്സൊക്കെ ഇടുന്നല്ലാണ്ട് നമ്മളങ്ങനെ കാര്യമായിട്ട് ഇതൊന്നും എടുക്കാറില്ല. കുറേ എടുക്കാറുണ്ട്. വെയിലല്ലേ, നല്ല ചൂടും നല്ല വെയിലും ഇടയിൽ ചെറിയൊരു കാറ്റ് പോലെയുണ്ട്. ഇപ്പോൾ ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ, കാലാവസ്ഥ മാറ്റം വരും, കാലഘട്ടം മാറും, കാലാവസ്ഥ മാറും, എല്ലാം മാറുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലായിടത്തും നല്ല ചൂടാണെന്നറിയാം. പിന്നെ കുറേ ആയി ഇങ്ങനെ വന്നിട്ട്, അപ്പോൾ പുതിയ യൂണിഫോം കാര്യങ്ങളൊക്കെ ആയിട്ടോ, പുതിയ യൂണിഫോമൊക്കെ ആയിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷം. ഫുള്ളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ നിർത്തില്ല, ഇവിടെ നിന്ന് വെക്കാനുള്ള സൗകര്യം. ഞാൻ പാടത്ത് കൂടെ കയറുമ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്തത്. നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും ഇടലില്ല, കുറേയായിട്ട് തിരക്കാണ്. ഒന്നാമത് കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ആയിരുന്നു, ആനുവൽ ഡേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു സ്കൂളിൽ, ആ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വെള്ളിനേരി മാങ്ങോട് അവിടെ പൂരം കാര്യങ്ങളൊക്കെ, അപ്പം അവിടെ വെള്ളിനേരിക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോയി. ഇനി വിഷുവും തിരക്കൊക്കെ വരുന്നത്. അതിൻ്റെ ഇടയിൽ ഇപ്പം എൻ്റെ ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. 8 വർഷമായി ഞാനും എൻ്റെ കെട്ടിയവനും കൂടെ കൂടി പിടിയും തിരക്കുമൊക്കെ, സന്തോഷവും സ്നേഹവും സങ്കടങ്ങളും എല്ലാം മിക്സ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരുന്നത് തയ്യാറായിരുന്നു. ഭയങ്കര സന്തോഷം. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പിന്നെന്താ വെച്ചാൽ സന്തോഷം ഉണ്ടെങ്കിലും അതിൻ്റെ ഉപരി ഒരുപാട് സങ്കടമുള്ളൊരു ദിവസമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കെട്ടുവന്ന ആ ടൈമിൽ ഇല്ലല്ലോ. എനിക്കെന്താ വെച്ചാൽ ഭയങ്കര സങ്കടം. എല്ലാവരും ഒരുമിച്ചുള്ളപ്പോൾ അതിൻ്റെ ഒരു ഇതറിയില്ല, ഇല്ലാത്തപ്പോഴേ ഉള്ളൂ അതിൻ്റെ വില അറിയാമെന്ന് പറയുമല്ലോ. എനിക്ക് അത്രയും നല്ലൊരു ദിവസമായിട്ട് എനിക്ക് ഹസ്ബൻഡ് ഇവിടെ നാട്ടിലിൻ്റെ കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെന്താ ചെയ്യുക, നിവർത്തിയില്ലല്ലോ. ഇനിയിപ്പോൾ ഇവിടെ യുദ്ധവും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്ന് അപ്പോൾ ഒരു 40 ദിവസത്തേക്കൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അറിയില്ല. എനിക്കൊരുപാട് വിഷമമായി. ഒരു ദിവസം അവരില്ല എന്ന് പറഞ്ഞപ്പോൾ വരാൻ പറ്റില്ല. അപ്പോൾ വിഷു ആ ഒരു ടൈമിലേക്കൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് വരാൻ പറ്റിയില്ല. കുഴപ്പമില്ല, പ്രവാസികളുടെ ഭാര്യമാർ അങ്ങനെയാണല്ലോ, എല്ലാം സാക്രിഫൈസ് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഒരു കാര്യമില്ലാണ്ട് ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് അങ്ങനെ പോകുന്നൊരു ലൈഫ്. കുഴപ്പമില്ല. എനിക്കിപ്പോൾ അങ്ങനെ അത് ശീലമായി. പക്ഷേ ആ ഒരു ദിവസം വന്നപ്പോൾ സങ്കടമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞിട്ടേ പെട്ടെന്ന് അങ്ങനെ വരുമ്പോൾ സങ്കടം വരുന്നില്ല. ശരിക്ക് ഐ മിസ് ദാറ്റ് മൊമെൻറ്റ്സ്. വേറെന്താ, അങ്ങനെ പോകണു. പിന്നെ കുട്ടികളെ കൂടെ വേറെ കേക്ക് മുറിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ക്ലിനിക്കിൽ അവർക്ക് ജസ്റ്റ് ഐസ്ക്രീംസ് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഞാൻ കേക്കൊന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല. എനിക്കത് ഒന്നാമത് മൂടില്ല. അപ്പോൾ പിന്നെ നമ്മൾ കേക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനൊരു ലഡു വാങ്ങിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും സ്വീറ്റ് കൊടുത്തു. അത്രേ ഉള്ളൂ. എനിക്ക് ഒന്നാമത് ഒന്നും കൂടി ഭക്ഷണം നേരം നമ്മൾ കഴിക്കാനുള്ളൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റൊന്നും ഇല്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെന്താ, ഓക്കെ വരുന്നു. ഇനിയുള്ള ആ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അവർക്ക് വരാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഭയങ്കര എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പറയുന്നുണ്ട്. ഓക്കെ ആയിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഒരു കുഴപ്പമില്ലാണ്ട്. നമുക്ക് നാട്ടിലുള്ളവർക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്കെന്താണെന്ന് വെച്ചാൽ ആൾ അടുത്തില്ലല്ലോ, നമുക്ക് ഒപ്പം ഒരുമിച്ച ആളില്ലല്ലോ. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അതിപ്പോൾ എങ്ങനെ പറയുമെന്നറിയില്ല. പ്രവാസികളുടെ ഭാര്യമാർക്ക് നല്ലോണം മനസ്സിലാവും. ഒക്കെ കഴിഞ്ഞ് ഞാൻ ക്ലിനിക്കിലെത്തിയിട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളെ പുതിയ യൂണിഫോം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നല്ലതായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിരുന്നു, നല്ല ഇഷ്ടമായി. പോക്കറ്റൊക്കെ ഉണ്ട് കണ്ടാ, 2 സൈഡും പോക്കറ്റ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസാട്ടോ. ഇതാണ് ഞങ്ങളെ ഫുൾ സെറ്റ്. നന്നായില്ലേ? എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒന്ന് കുറേ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായിട്ടോ. ഇനി അല്ല, എന്താ തിരക്കെന്ന് പറഞ്ഞാൽ എൻ്റെ എഴുത്തും ബുക്കും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊക്കെ റെഡിയായി, ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കും. അങ്ങനെ ഇരിക്കലില്ല സാധാരണ. ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുപാട് വൈകിട്ടൊക്കെ ഭക്ഷണം. ഇന്നിപ്പോൾ കറക്റ്റ് ടൈമാണ്. അപ്പോൾ എന്താ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞങ്ങൾ യൂണിഫോം ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ നെസ്നേൻ അടിച്ചിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിരുന്നു. എനിക്ക് തന്നെ നല്ല ഇഷ്ടമായി. എല്ലാ കഴിക്കാനാണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്കിങ്ങനെയാണ്, അവർക്ക് വീനൊക്കെ പോലെ ഒരു മോഡലാണ്. നന്നായിട്ടുണ്ട്. ഇതെൻ്റെ ഒരു കൂട്ടം, പിന്നെ ഒരു സെറ്റ് കൂടി ഉണ്ട്. എന്തായാലും അടിച്ചതൊക്കെ നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, ഇഷ്ടമായി. ഇനി എന്താ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെ എന്താ പറയാനുള്ളത്?
ഓക്കെ, ഇനി നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.